Hello friends and welcome back to your channel House to Home. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി. കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന മാതിരി പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് ചെത്തി മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചൂസ് ചെയ്യുമ്പം നല്ല വലിപ്പത്തിലുള്ള പ്രത്യേകിച്ച് നീളത്തിലുള്ള ഉരുളക്കിഴങ്ങായിട്ട് ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കി വരുമ്പം അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവും. ഇനി ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലൊരു 10-15 മിനിറ്റ് ഇട്ട് വെക്കണം. അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കഴിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ ഈ കോർണേഴ്സ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇത് കളയണം ഞാൻ പറയില്ല, വേറെ എന്തെങ്കിലും വറവോ കറിയോ ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ മതി. അതാ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനതിനെ കട്ട് ചെയ്തു. ഇനി നമുക്കിതിനൊരു തിക്ക് സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്രയും തിക്നെസ് വേണം കേട്ടോ. ഏതാണ്ട് ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ തിക്നെസ് ഉണ്ട് ഇതിനിപ്പം. ഇനി നമുക്കിതിനെ സ്റ്റിക്സിനെ മാതിരി, അതായത് ഫിംഗേഴ്സിനെ മാതിരി കട്ട് ചെയ്തെടുക്കാം. തിക്നെസ് കുറഞ്ഞു പോയാൽ വേഗം തന്നെ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് പൊരിക്കുമ്പം അതങ്ങ് കരിഞ്ഞു പോവും, അകത്ത് കുക്കായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് തിക്നെസ് കൂടിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫിംഗേഴ്സിനെ മാതിരി കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല തിക്നെസ് ഉണ്ട് ഇതിന്. നേരത്തെ പറഞ്ഞ മാതിരി ഒരു 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഇതിനുണ്ട്. കട്ട് ചെയ്ത കഷ്ണങ്ങൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണത്. ഇതുമാതിരി എല്ലാ പീസസും 15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യിപ്പിക്കാം. അപ്പോഴേക്കും അതിലുള്ള സ്റ്റാർച്ച്, അതായത് വെളുത്ത മാവ് മാതിരി വരുന്ന സംഭവങ്ങളെല്ലാം അങ്ങ് മാറിക്കിട്ടും. ഇപ്പം 15 മിനിറ്റ് ആയി കഴിഞ്ഞു. മീൻ വൈൽ വേറൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വാം വാട്ടറാണ് എടുത്തിട്ടുള്ളത്. കൈനെ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടുള്ള ആ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന് ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് ഇതിലേക്ക്, അതായത് ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചൂടുവെള്ളത്തിൽ ഇടുമ്പം തന്നെ ഉരുളക്കിഴങ്ങൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. വീണ്ടും ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അങ്ങനെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് വെള്ളം ഊറ്റി മാറ്റി നല്ലപോലെ വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഒരു തുണിയാണ് വിരിച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിതിനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിലും ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് കണ്ടിട്ട് കുറേ പേര് ഉണ്ടാക്കാണ്ടിരിക്കും. ബട്ട് ട്രസ്റ്റ് മീ, ഞാൻ 3 ഉരുളക്കിഴങ്ങേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങിനെ കൊണ്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അധികം 1 കിലോ 2 കിലോ ഉരുളക്കിഴങ്ങിനെ കൊണ്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ എങ്ങനെ ഫ്രീസ് ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ 1 മാസം വരെ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. കുട്ടികൾക്ക് എപ്പം ആവശ്യമുണ്ട്, എപ്പം വേണം ചോദിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് എണ്ണയിലിട്ട് പൊരിച്ചങ്ങ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങിനെല്ലാം ഒന്ന് തുടച്ചെടുക്കാൻ പോവുകയാണ്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ തുടച്ച് മാറ്റിയതിന് ശേഷം 2 സ്റ്റെപ്പായിട്ടാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പം വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പൊരിക്കുമ്പം എണ്ണ നല്ല പൈപ്പിംഗ് ഹോട്ടായിരിക്കണം, നല്ല ചൂടുണ്ടാവണം. ഒരു സ്റ്റിക്കിനെ കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ബബിൾ വരുന്ന ഒരു ചൂടാണിത്, നല്ല ചൂടാണ്. ഇനി നമുക്കിതിനെ സ്റ്റൗ ഫുൾ ലോയിൽ വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് പീസസ് ആഡ് ചെയ്തിട്ട് ഒരു 4 മിനിറ്റ് നമുക്ക് പൊരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊന്നും മാറില്ല, പക്ഷേ ഉരുളക്കിഴങ്ങൊന്ന് സോഫ്റ്റ് ആവുമെന്ന് മാത്രം.
ഇങ്ങനെ പൊരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ, പൊരിച്ചിട്ട് ശേഷം റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ഒരു സിപ്ലോ കവറിലോ അതായത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെ നമുക്കിതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്യുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 മിനിറ്റ് ഫ്രൈ ചെയ്യുക. കളർന്ന് മാറേണ്ട ആവശ്യമൊന്നുമില്ല. 4 മിനിറ്റിന് ശേഷം നമുക്കിതിനെ എടുക്കാം. ഇതുമാതിരി ഞാൻ ബാക്കി പീസസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ, എല്ലാ പീസസും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്തു. ഇത് നിങ്ങൾക്ക് തണുപ്പിച്ചതിന് ശേഷം ഫ്രീസ് ചെയ്യാം. നോർമലായിട്ട് കുക്ക് ചെയ്യുവാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്തിട്ട് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം വീണ്ടും സെക്കൻഡ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ തണുക്കാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. മീൻ വൈൽ ഇതിനാവശ്യമുള്ളൊരു മസാല നമുക്ക് റെഡി ചെയ്യാം. ബേസിക് ഇൻഗ്രീഡിയൻസിനെ കൊണ്ടുള്ള മസാലയാണ്. അപ്പം അതിനു വേണ്ടി ഞാനൊരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. റെഡ് ചില്ലി പൗഡറിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പറും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെഡ് ചില്ലി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ വെറുതെ പെപ്പറും ഉപ്പും മാത്രം ചേർത്താൽ മതി. ഞാനിപ്പം റെഡ് ചില്ലി പൗഡറും പെപ്പറും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്യുമ്പം എണ്ണ നല്ലപോലെ ബോയിലിംഗ് ഹോട്ട് ടെമ്പറേച്ചറിലായിരിക്കണം. എന്നിട്ട് ചൂട് ഒട്ടും കുറയ്ക്കാണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പൊരിച്ച് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഏതാണ്ട് 2 മിനിറ്റ് ഡീപ്പ് ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ച് കോരണം. രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീലാവും നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുള്ള കാര്യം. കണ്ടില്ലേ, നല്ല മുറുക്കിന മാതിരി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുമാതിരി ഞാൻ ബാക്കി ബാച്ചസും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ കണ്ടില്ലേ, എത്ര പെട്ടെന്ന് എളുപ്പത്തിലാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതെന്നുള്ള കാര്യം. അപ്പം ഇതിന് കുറച്ച് കെച്ചപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗസ് ടു ഹോം.